വികസനത്തിന്റെയും സാമൂഹിക പുരോഗതിയുടെയും 9 വർഷമാണ് കേരളം പിന്നിട്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന് വെല്ലുവിളിച്ചവർ നിശബ്ദരായി. ഒട്ടും അനായാസമായിരുന്നില്ല യാത്രയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDF സർക്കാരിന്റെ 4ാം വാർഷിക ദിനത്തിൽ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേരളം ഓരോ മേഖലയിലും നേടിയ നേട്ടങ്ങൾ കണക്കുകൾ നിരത്തി മുഖ്യമന്ത്രി വിശദീകരിച്ചു. സാമ്പത്തിക വികസനവും സാമൂഹ്യ പുരോഗതിയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് നവകേരളം. കേന്ദ്രം സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു. എങ്കിലും മാറ്റങ്ങൾ പ്രകടമാണ്. പ്രതിസന്ധികളിൽ തളരാതെ നിന്ന നിശ്ചയദാർഢ്യത്തിന്റെ ഫലമാണ് ജനങ്ങൾക്ക് മുന്നിൽ നൽകാനുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സുസ്ഥിരവും സമത്വപൂർണവുമായ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് നാം മുന്നേറുകയാണ്. ആ നവകേരളം യാഥാർത്ഥ്യമാക്കാൻ കേരള ജനതയാകെ സർക്കാരിനൊപ്പമുണ്ട്. അടിയുറച്ച പിന്തുണയാണ് ജനങ്ങൾ ഓരോ ഘട്ടത്തിലും സർക്കാരിന് നൽകി വരുന്നത്. മാനവികതയും സാഹോദര്യവും കാത്തു സൂക്ഷിക്കാനായി ഒട്ടും അനായാസമായിരുന്നില്ല യാത്ര. വലിയ പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു. കേരളത്തിലെ ചില ശക്തികൾ നാടിനെ ഒറ്റപ്പെടുത്തി. വലിയ ദുരന്ത ഘട്ടത്തിൽ കേരളത്തിനെതിരെയുള്ള നിലപാട് സ്വീകരിക്കുന്ന നില സ്വീകരിച്ചു. മാത്രമല്ല, കേരളത്തെ സഹായിക്കാത്തതിനെതിരെ കേരളം വലിയ തോതിൽ ശബ്ദിക്കുമ്പോൾ അതിനെതിരെ ഒരു പ്രവർത്തനവും നടത്താൻ പ്രതിപക്ഷം തയ്യാറായില്ല. കേരളത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിസന്ധികൾ മറികടന്ന് കേരളം കുതിക്കുകയാണ്. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, PA മുഹമ്മദ് റിയാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി കേക്ക് മുറിച്ചു. മന്ത്രിമാർക്കും മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും കേക്ക് നൽകിയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.